സലീംകുമാറിന്റെ വിയോഗത്തോടെ തനിക്ക് നഷ്ടപ്പെട്ടത് സഹോദരതുല്യനായ ഒരാളെയെന്ന് അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംഘർഷഭരിതമായ ഏത് സാഹചര്യത്തിലും മലയാളിയെ സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന നർമ്മബോധത്തിന്റെ പേരുകൂടിയാണ് സലീംകുമാർ. തന്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ആൾ കൂടിയായിരുന്നു തന്റെ സ്നേഹിതനായ സലീംകുമാർ എന്നതിൽ അഭിമാനമുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വീടുകളിൽ, ഗ്രഹസദസ്സുകളിൽ എപ്പോഴും അവരെ സന്തോഷം നിർഭരമാക്കുന്ന ഒരു മുഖമായിരുന്നു സലീംകുമാർ. എന്നാൽ താനൊരു ഹാസ്യ നടൻ മാത്രമല്ല, അതിനേക്കാൾ വലിയൊരു നടൻ കൂടിയാണ് എന്ന് അദ്ദേഹം ആദമിൻ്റെ മകൻ അബുവിലൂടെ തെളിയിച്ച് ദേശീയ അവാർഡ് നേടി നമ്മുടെ എല്ലാം അഭിമാനം ഉയർത്തിപ്പിടിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലെ നിറഞ്ചാർത്തിയ തമാശകളുടെ എല്ലാം കൂടെ സലീംകുമാറിൻ്റെ തമാശ കൂടി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. പഴയ തലമുറയിലെ അടൂർ ബാസിയെയും ബഹദൂറിനെയും പോലെ മലയാളിയുടെ ഒരു പുതിയ കാലത്ത് സലീംകുമാർ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്കൊരു സഹോദര തുല്യനായ ഒരാളെയാണ് അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴെല്ലാം ഷൂട്ടിംഗ് വരെ ക്യാൻസൽ ചെയ്ത് ഞാൻ നോമിനേഷൻ കൊടുക്കുന്ന അന്ന് മുതൽ എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പ് ഞാൻ ജയിച്ചെന്ന് പ്രഖ്യാപിക്കുന്നത് വരെ അദ്ദേഹം കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പോവുള്ളൂ എവിടെയും, പിന്നെ കാണില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കണം, ഇങ്ങോട്ടൊരാവശ്യത്തിനും വരില്ല. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എൻ്റെ ഓഫീസ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ശ്രീ സലീംകുമാർ. അവസാനമാകുമ്പോൾ പറയും എൻ്റെ അവകാശമാണെന്ന് പറയും. ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തൻ്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എൻ്റെ സ്നേഹിതനെന്ന് എനിക്ക് അഭിമാനമുണ്ട്. ഏറ്റവും അവസാനം പങ്കെടുത്ത പരിപാടി ഞാൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം പറവൂരിലെ പൗരാവലി എനിക്ക് നൽകിയ സ്വീകരണത്തിനാണ്. ഞാൻ കുടുംബത്തിനോടുള്ള ഔപചാരികമായ ദുഃഖം പ്രകടിപ്പിക്കുന്നില്ല. കാരണം ആ കുടുംബം എൻ്റെ കൂടെ കുടുംബമാണ്, ഞാനും കൂടി ആ കുടുംബത്തിൽ ഉൾപ്പെട്ടതാണ്. അവരെ എല്ലാവരെയും ഞാൻ ചേർത്ത് നിർത്തും, ഞങ്ങളെല്ലാവരും ചേർത്ത് നിർത്തും.